71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2025 കപ്പടിച്ചത് വിയ്യപുരം ചുണ്ടൻ. വിയ്യപുരം ചുണ്ടനാണ് ഒന്നാമതെത്തിയത്. കൈനകരി ബോട്ട് ക്ലബ്ബ്. രണ്ടാമത് നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ്. ഒന്നാമത് വിയ്യപുരം, രണ്ടാമത് നടുഭാഗം. മൂന്നാമത് മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. നാലാമത് നിരണം ബോട്ട് ക്ലബ്ബ്. ഒന്നാമത് വിയ്യപുരം, രണ്ടാമത് നടുഭാഗം, മൂന്നാമത് മേൽപ്പാടം, നാലാമത് നിരണം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് നമ്മൾ പറയുന്നത്. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. ഒന്നാമതെത്തിയത് വിയ്യപുരം ചുണ്ടനാണ്. കൈനകരി ബോട്ട് ക്ലബ്ബാണ്. അടുത്തതിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? കളിവള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. കളിവള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയുടെ മുഖചിത്രമാണ് ജലോത്സവങ്ങൾ. ടീമിനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഇനമാണ് വള്ളംകളി. വള്ളംകളിയിൽ ഉപയോഗിക്കുന്ന പാട്ടാണ് വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവാരാണ്? രാമപുരത്ത് വാര്യറാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രം എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് 1952 ഡിസംബർ 27 ആലപ്പുഴയിലെ പുന്നമടക്കായൽ നടന്ന ചുണ്ടൻ വള്ളംകളി മത്സരത്തോടെയാണ് ഇതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. ആദ്യമായി നടന്നത് 1952 ഡിസംബർ 27 മത്സരത്തിൽ ഒന്നാമതെത്തിയ നടുഭാഗം ചുണ്ടനിൽ നെഹ്റു ആവേശത്തോടെ കയറിയത് ഈ വള്ളംകളിയുടെ ചരിത്രത്തിലെ പ്രധാന സംഭവമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ വള്ളമാണ് നടുഭാഗം ചുണ്ടൻ. ട്രോഫിയുടെ ഉത്ഭവം എന്താണ്? ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം നെഹ്റു സ്വന്തം കയ്യൊപ്പോടുകൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിൻ്റെ മാതൃക അയച്ചു തന്നു. ഈ മാതൃകയാണ് വിജയികൾക്ക് നൽകുന്ന നെഹ്റു ട്രോഫി. പേരിൻ്റെ മാറ്റം. തുടക്കത്തിൽ ഈ വള്ളംകളി, ഏത് വള്ളംകളി? നെഹ്റു ട്രോഫി വള്ളംകളി പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തുടക്കത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1969 ജൂൺ 1 വള്ളംകളി സമിതി നെഹ്റുവിനോടുള്ള ആദരസൂചകമായി കപ്പിൻ്റെ പേര് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി മാറ്റി. (2019) മുതൽ നെഹ്റു ട്രോഫി വള്ളംകളി പുതുതായി രൂപീകരിച്ച CBL ചാമ്പ്യൻസ് സ്പോർട്ട് ലീഗിൻ്റെ ഭാഗമാക്കി മാറ്റി. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. മുമ്പ് അറിയപ്പെട്ടിരുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ്. 1969 ജൂൺ 1 പേര് മാറ്റി നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി മാറ്റിയത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളമാണ് കാരിച്ചാൽ ചുണ്ടൻ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? കളിവള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. കപ്പടിച്ചത് വിയ്യപുരം ചുണ്ടൻ. കൈനകരി ബോട്ട് ക്ലബ്ബ്.